പ്രധാനമന്ത്രിയെ ചാനലിലൂടെ അപമാനിച്ച സംഭവത്തിൽ മീഡിയ വണ്ണിനും മാധ്യമപ്രവർത്തകൻ ജിമ്മി ജെയിംസിനുമെതിരെ കേസ്. കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി ഡൽഹി സ്പെഷ്യൽ സെൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹി സ്വദേശി സന്ദീപ് ധേദയുടെയും മലയാളിയായ പ്രസന്നൻ പിള്ളയുടെയും നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അവഹേളിക്കുന്ന രീതിയിലാവരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവാം, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നത് സാമാന്യം നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്നൊക്കെ പറയുന്ന ഒരു ജേർണലിസം എന്ത് ജേർണലിസമാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റുകാരൻ പ്രവർത്തിക്കേണ്ടത്. മോദിജി പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിന് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന സുഗന്ധം പരത്തുന്നവരായിരിക്കണം മീഡിയക്കാരെന്ന്. അല്ലാതെ ഈച്ചകളെ പോലെ പ്രവർത്തിക്കരുത്. ഇവിടെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇയാൾ എന്തും വന്നൊരു പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ എന്തും പറയുന്ന രീതിയിൽ ഒക്കെ പറയുന്നതല്ല ഒരു ജേർണലിസം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ തലയിൽ ചാണകമാണെന്നൊക്കെ പറയാനുള്ള ആ ഒരു വിവരേ ഒരു ജേർണലിസ്റ്റിനുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവർക്കെതിരെ ഒരു മീഡിയ വണ്ണിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത്. വാർത്തയുടെ വിവരങ്ങളുമായി ആദർശ് TS ആണ് ചേരുന്നത്. ആദർശ്, അങ്ങേയറ്റം അപകീർത്തികരമായ ഒരു പരാമർശമാണ് പ്രധാനമന്ത്രിയെ ഈ ജിമ്മി ജെയിംസ് വിശേഷിപ്പിക്കുന്നത്. അത് മീഡിയ വണ്ണിന്റെ ചാനലിൽ ഇരുന്നുകൊണ്ട് നേരത്തെയും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രത്തിന്റെ നടപടികളുമൊക്കെ സഭ്യമല്ലാത്ത രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് ജിമ്മി ജെയിംസ്. ഇപ്പോൾ ജിമ്മി ജെയിംസിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? അതുപോലെ നടപടികൾ ഏത് ഘട്ടത്തിൽ? നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ തന്നെ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ജിമ്മി ജെയിംസ് നടത്തിയ ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. അത് ദേശസ്നേഹികളുടെ ഭാഗത്ത് നിന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഈ ഒരു പരാമർശത്തിനെതിരെ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ഡൽഹിയിലെ പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ല് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയുടെ 192/356 ക്ലോസ് 2 അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് നേരത്തെ തന്നെ ദേശീയവാദികളുടെ ഭാഗത്ത് നിന്നും പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഈ മാധ്യമപ്രവർത്തകൻ ജിമ്മി ജെയിംസിൻ്റെ, പ്രത്യേകിച്ച് നമുക്കറിയാം മീഡിയ വൺ എന്ന ഒരു മാധ്യമ സ്ഥാപനം, അവർ സ്വീകരിക്കുന്ന സമീപനം അടക്കം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. കാരണം അവർ പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അത് ദേശസ്നേഹികളെ പലപ്പോഴും വേദനിപ്പിക്കുന്ന തരത്തിൽ കൂടിയാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാനാവില്ല. എന്തായാലും ഇപ്പോൾ ദേശസ്നേഹികൾ ഈ വിഷയത്തിൽ നൽകിയ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകും. ആവശ്യമായ നടപടികൾ, നിയമ നടപടികൾ തന്നെ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം അവർ കൃത്യമായി തന്നെ അവർക്ക് കിട്ടിയ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ എടുത്തിരിക്കുന്ന വകുപ്പുകൾ അതെന്ന് പറയുന്നത് അപകീർത്തിപ്പെടുത്തലുണ്ട്, ഒപ്പം തന്നെയാണ് കലാപത്തിന് പ്രേരിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ. ആ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ല് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതെന്തായാലും ഈ രീതിയിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കാം എന്ന് കരുതുന്ന ചിലർക്കുള്ള ഒരു ശക്തമായ താക്കീതായി ഇത് മാറും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും രാജ്യതലസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പരാതി നൽകാൻ തയ്യാറായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ തന്നെ വളരെ വലിയ പ്രതിഷേധം ജിമ്മി ജെയിംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശത്തിനെതിരെ ഉയർന്നിരുന്നു. ഇപ്പോൾ അതെന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി ഇനി ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ, ആദർശ്, ഇത് ആദ്യമായല്ല ജിമ്മി ജെയിംസിന്റെ ഭാഗത്തു നിന്ന് ദേശീയതയെയും ഹൈന്ദവ ബിംബങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ വരുന്നത്. നേരത്തെ പാർലമെന്റിൽ ഈ ചെങ്കോൽ സ്ഥാപിച്ച സമയത്ത് ആ ചെങ്കോലിനെ വളരെ അപഹാസ്യമായ രീതിയിൽ ഒരു കുന്തവും പിടിച്ചുകൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ജിമ്മി ജെയിംസിന്റെ ഭാഗത്തു നിന്നും ചില പരാമർശങ്ങൾ ഒക്കെ ഉണ്ടായതാണ്. ആ ചെങ്കോൽ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികതയുമായി, തമിഴ് സംസ്കാരവുമായി ഒക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ദേശീയതയുടെ ഭാഗമാകുന്നതും പാർലമെന്റിൽ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങ് നടന്നതും. അതിനെ എത്രത്തോളം അസഹിഷ്ണുതയോടെയാണ് ജിമ്മി ജെയിംസ് അന്ന് നോക്കിക്കണ്ടത് എന്ന് വലിയ വിവാദമായ ഒരു സംഭവമാണ്.
അതിൻ്റെ പിറകെയാണ് പ്രധാനമന്ത്രിയെ ഈ ചാണകത്തലയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശങ്ങൾ ഒരു എഡിറ്റോറിയൽ ചർച്ചയുടെ ഭാഗമായി മീഡിയ വണ്ണിൽ ഇരുന്നു കൊണ്ട് ജിമ്മി ജെയിംസ് നടത്തുന്നത്. നേരത്തെ മീഡിയ വണ്ണിനെതിരെ നടപടികൾ വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ദേശവിരുദ്ധമായ നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്ന, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ചാനലിനെതിരെ കൂടിയാണ് പരാതി വന്നിരിക്കുന്നത്. എന്താകും ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ? നീലിമ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടർച്ചയായി ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മീഡിയ വൺ എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ മീഡിയ വണ്ണിന് അവരുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച്, അതുമല്ലെങ്കിൽ അവർ പിന്തുടരുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെയാണ് ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പരാമർശങ്ങളും തുടർച്ചയായി ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പാർലമെന്റിൽ ചെങ്കോൽ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ രീതിയിലുള്ള പരാമർശം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ അവിടെ ഒരു ഭിന്നിപ്പിക്കലിൻ്റെതായ ഒരു തന്ത്രം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എക്കാലവും ഈ തമിഴ് ദ്രാവിഡവാദത്തിന് ദേശീയതയുമായി ബന്ധമില്ല എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിലുണ്ട്. അവരുടെ നാവായി ഒരു മാധ്യമപ്രവർത്തകൻ മാറിയോ എന്നുള്ള സംശയം ഇത്തരത്തിലുള്ള പരാമർശത്തിൽ നിന്ന് തന്നെ തോന്നുന്നതാണ്. ഒപ്പം തന്നെ ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു, അതുമല്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഭരണത്തലവന്മാരെയൊക്കെ അധിക്ഷേപിക്കുന്ന സമീപനം ഒരു മാധ്യമപ്രവർത്തകൻ സ്വീകരിക്കുന്നു എന്നുള്ളതെല്ലാം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ആ മാധ്യമപ്രവർത്തകനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ആ മാധ്യമ സ്ഥാപനത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ഒരു പരാമർശം ജിമ്മി ജെയിംസിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് മീഡിയ വണ്ണിന്റെ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമാകുന്ന, അതിൽ നടപടിയെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു മാധ്യമത്തിനെതിരെ പോലും വളരെ കൃത്യമായ നടപടി പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമില്ലേ? നേരത്തെയും ഈ കരിമ്പട്ടികയിൽ പെട്ട ഒരു ചാനലാണ് മീഡിയ വൺ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നീലിമ ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ, അതുമല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു മാധ്യമ സ്ഥാപനമായി മീഡിയ വൺ മാറുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ നീലിമ പറഞ്ഞ ആ ഒരു വാക്ക്, കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നിരന്തരം ഇത്തരത്തിൽ എഡിറ്റോറിയൽ ഈ വാർത്തകളുടെയും മറ്റും ഭാഗമായി, ഒപ്പം തന്നെ എഡിറ്റോറിയലിൻ്റെ ഭാഗമായി നടത്തുന്ന ചർച്ചകളായാലും സംവാദങ്ങൾ ായാലും അതൊക്കെ ഈ രീതിയിൽ ഒരു പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന വിധത്തിലേക്ക്, അതുമല്ലെങ്കിൽ ദേശീയതയുടെയും ദേശീയ മൂല്യങ്ങളെയും ഒക്കെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. ഇപ്പോഴെന്തായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് കടുത്ത നടപടി ഡൽഹി പോലീസിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അത്രമേൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയാണ് ജിമ്മി ജെയിംസിൽ നിന്നും ഉണ്ടായത്, ഒപ്പം മീഡിയ വണ്ണിൽ നിന്നും ഉണ്ടായത്. ആദർശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.